Today, we'll be discussing the work by Devaki Nilayangode and the work titled Andarjanam, Memoirs of a Namboodiri Woman. I hope the screen is visible. ജീവിതത്തിന്റെ അവസാന പാതയിൽ എത്തിച്ചേർന്ന ഒരു സാധാരണ ജീവിതം നയിച്ചൊരു സ്ത്രീ, ഒരു നമ്പൂതിരി സ്ത്രീ, തൻ്റെ ചെറുമകന്റെ നിർബന്ധപ്രകാരം കഴിഞ്ഞ തൻ്റെ ജീവിതകാല അനുഭവങ്ങൾ എഴുതാൻ തീരുമാനിക്കുകയും and she writes more than one work. ഒന്ന് നഷ്ടബോധങ്ങളില്ലാതെ എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതി. അത് വളരെ സന്തോഷത്തോടെ കേരള സമൂഹം ഏറ്റെടുക്കുകയും ഈ നഷ്ടബോധങ്ങളില്ലാതെ എന്ന് പറയുന്ന വർക്ക് 2003 ഇറങ്ങിയത്. By that time, Devaki Nilayangode, she was 75 years. And this was published after her 75th birthday. And as it was well received, 3 years later, in 2006, she wrote another memoir, that is Yatra Kattilum Nattilum. So this is the author Devaki Nilayangode and the work Memoirs of a Namboodiri Woman. Speaking about the author, she was born and brought up in an Orthodox Namboodiri family. She didn't receive any formal education, just the traditional education that enabled a Namboodiri woman to read scriptures. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. രാമായണമൊക്കെ വായിക്കാൻ പാകപ്പെട്ടാൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പഠനം പൂർണ്ണമായി എന്നുള്ളതാണ്. ലൈക്ക് ദ പുരാണാസ് ഓർ ദി സ്ക്രിപ്റ്റേഴ്സ്, അത് വായിക്കാൻ ആയിക്കഴിഞ്ഞാൽ പഠനം നിർത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി. So with that minimum education, she wrote these two excellent works. Okay, so ദേവകി നിലയങ്കോട് അങ്ങനെ ഈ 2 വർക്കുകൾ എഴുതി. നഷ്ടബോധങ്ങളില്ലാതെ എന്നുള്ളതും യാത്ര കാട്ടിലും നാട്ടിലും. So Mini Krishnan from Oxford University Press, she decided to publish her work, collecting some articles that came in Malayalam periodicals by Devaki Nilayangode, along with select chapters from these 2 works. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇതൊരൊറ്റ വർക്ക് അല്ല, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ അല്ല ഈ ഒരു മെമ്മോർ, ബട്ട് എ സോർട്ട് ഓഫ് എ ബ്ലെൻഡ്. 2 ബുക്സിന്റെ സെലക്ട് ചാപ്റ്റേഴ്സും മലയാളം പീരിയോഡിക്കൽസിൽ ആർട്ടിക്കിൾസ് ആയിട്ട് വന്ന വേറെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ കളക്ട് ചെയ്ത്, these were translated chapters from these 2 works along with the other articles, is published as a memoir, Andarjanam, Memoirs of a Namboodiri Woman. And this was translated by Indira Menon, who was a professor in English at Kamala Nehru College, University of Delhi, and collaborated with Radhika P. Menon, Associate Professor of English, Fatima Mata National College, Kollam. And this work was published in 2011. And moreover, this work was illustrated by artist Namboodiri. So sadly, Devaki Nilayangode, she passed away this year, July 2023. നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങി എന്നൊരു അറിയിപ്പ് കിട്ടുന്ന സമയം ഇവര് മരിച്ച വാർത്തയാണ് വന്നത്. അതിനുശേഷമാണ് ജെൻഡർ സ്റ്റഡീസിൽ ഇവരുടെ വർക്ക് ഉണ്ടെന്ന് ഞാൻ കാണുന്നത്. So she passed away in July 2023, and soon after we came to know about the demise of artist Namboodiri too. ഇവർ രണ്ടും അടുത്തടുത്താണ് ഇവരുടെ മരണം ഉണ്ടായത്. The speciality of this work is it was the first full-length account of a Namboodiri woman's life. ഇതുവരെ ഒരു നമ്പൂതിരി സ്ത്രീയുടെ ഒരു ജീവിത രീതിയെക്കുറിച്ച് ഒരു പുസ്തകവും ഒരു ഓർമ്മക്കുറിപ്പും ഇന്നേ വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആകെ ഈ ഒരു നമ്പൂതിരി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്പൂതിരി സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ചുള്ള കുറച്ചൊരു ഗ്ലിംസസ് കിട്ടിയത് ഇറ്റ് വാസ് ഫ്രം ലളിതാംബിക അന്തർജനം. Okay, from her works, from her short stories, we got to know what kind of a life a Namboodiri woman led. And the specialty of this work is
though it is intensely personal, ഇത് ഓർമ്മക്കുറിപ്പാന്ന് ആദ്യമേ പറയുന്നുണ്ട്. അന്തർജനം, മെമ്മോയിർസ് ഓഫ് എ നമ്പൂതിരി വുമൺ. ഓർമ്മക്കുറിപ്പാണെന്ന് പറയുമ്പോഴും, though it is very much personal, it is an important work in the social and cultural history of Kerala. നമ്മൾ ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പ് പറയും അല്ലെ, വളരെ സ്വകാര്യമായ ആ പെൺകുട്ടിയുടെ ജീവിതം എന്തൊക്കെ നമുക്ക് കാണിച്ചു തന്നു അല്ലെ. ഇപ്പം ദി ഹോൾ ഹിസ്റ്ററി ഓഫ് ദി ട്രോമ ലിറ്ററേച്ചറിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വർക്ക് ആയിട്ട് ആൻ ഫ്രാങ്ക്സ് ഡയറിക്കുറിപ്പ് മാറി അല്ലെ. സോ സിമിലർലി, ദോ ദേവകി നിലയങ്കോട്ട്സ് വർക്ക്, her memoir is intensely personal, it is very important in the socio-cultural history of Kerala because it locates the community, the Namboodiri community. In a way, it's a cultural narrative of the entire community of those times, and we go to know the entire rituals, habits, then the agricultural background, the other fields and disciplines. അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ കേരള ചരിത്രം ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് എന്ന് വരച്ച് കാണിക്കുന്ന ഒരു നെറേറ്റീവ് കൂടിയായി മാറി ഈ ഒരു ഓർമ്മക്കുറിപ്പ്. സോ ദിസ് ഇസ് നമ്പൂതിരീസ് ഇല്ലസ്ട്രേഷൻസ്. ഈ ഒരു വർക്കിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നാലുകെട്ട് അല്ലെങ്കിൽ നിലവറ, പത്തായം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇന്ന് അന്യം നിന്ന് പോയ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അല്ലെങ്കിൽ മറക്കുട പിടിച്ച് നിൽക്കുന്ന, മറക്കുടയ്ക്ക് കഡ്ജൻ അംബ്രല്ല എന്നാണ് പറയുന്നത്. സോ ദി എൻറ്റയർ community has been illustrated very well by the artist. See, Namboodiri is being illustrated. So coming to the work, the memoir, it chronicles a life of deprivation. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ധനാഢ്യരായ നമ്പൂതിരി ഫാമിലീസിന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്പൂതിരി വിമൻ, they led a life of hardship. So Devaki Nilayangode, she writes about her life journey. 15-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് നിലയങ്കോട് കുടുംബത്തിൽ എത്തുമ്പോൾ ഉള്ളത് തൊട്ടാണ് അവർക്ക് കുറച്ചെങ്കിലും ഒരു പ്രോഗ്രസീവായ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ but she's never judgmental about the people or events in her life, and there is no anger at the injustice done to women. പല പല നീതിയും അക്രമവും ഒക്കെയാണ് സ്ത്രീകളോട് കാണിക്കുന്നത് എന്ന് വായനയിലൂടെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും അവരുടെ ഒരു അനിഷ്ടമോ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒരിക്കലും ഇവർ എഴുതിയിട്ടില്ല. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദി വർക്ക് വി ഹാവ് ദി writer's note, translator's note, and so Devaki Nilayangode, she says, usually I get to see young writers coming on to limelight, but now I have set some sort of a record for beginning to write late in life. വളരെ വൈകിയാണ് എഴുത്ത് തുടങ്ങിയത് എന്ന് പറഞ്ഞവർ പറയുന്നുണ്ട്. ചെറുമകന്റെ നിർബന്ധം കൊണ്ടാണ് എഴുത്തിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് both the translators, they emphasize the point that Devaki Nilayangode is never ever judgmental. ഒരിക്കലും ആരെക്കുറിച്ച് പോലും ഇങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ള രീതിയിൽ ബ്ലെയിം ചെയ്യുകയോ ജഡ്ജ്മെന്റൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പോലും ഇല്ല, കാണാനില്ല. Then about the translator's notes, Indira Menon, she says, Devaki Nilayangode, her suffering crosses cultural spaces to speak to a wide audience. See, this text is very much culture specific. അല്ലെ, നമ്പൂതിരി കമ്മ്യൂണിറ്റി എന്നുള്ളത് കേരളത്തിന് പുറമെ മേ ബി സൗത്ത് ഇന്ത്യയിൽ കുറച്ച് പേർക്ക് കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, but to the wider audience out there, this is very culture specific. But even then, it evades the cultural specificities and crosses the cultural space and speaks to a wider audience. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വുമൺ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇന്നത്തെ ഒരു തലമുറ എത്തി നിൽക്കുന്നത് എന്ന് കാണിക്കാൻ വളരെ ഏറെ സഹായിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. Then Radhika Menon, she speaks of how the term andarjanam, അല്ലെ, അന്തർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, the people who are limited to the insides of a home, വീടിനകത്ത് കഴിയേണ്ടവർ, അന്തർജനം എന്നുള്ളത് അത് പിന്നെ സ്ഥാനപ്പേരായിട്ട് പലരും സർനെയിം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. And she says Andarjanam has always been a source of
fascination, the name. Because to an outsider's eyes, these Andhajanam, they were living an exotic life. അല്ലെങ്കിൽ ലൈഫ് വെരി മച്ച് എക്സോട്ടിക്, വളരെ റിച്ച് ആണ്, ഫുഡ് ആണെങ്കിലും ബാക്കി ഏതൊക്കെ രീതിയിൽ ഉള്ള ലക്ഷറീസ് ആണെങ്കിലും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിൾ എന്നാണ് പുറമേ നോക്കുമ്പോൾ. ദേ ആർ cocooned in luxury, shielded from public view, living an elaborately luxurious life. പക്ഷേ though they were the so-called upper caste women, they appeared to lead a charmed existence. They were actually deprived of even the basic freedom. Like they weren't given any sort of independence. They couldn't even read or write or learn. Like education was deprived. Then the simplest and the most innocent of joys, that is movement, to move out where one wished for, that was actually denied. So Radhika says Nilayangode's autobiographical writing is actually somewhere it strides between the intensely private and totally public space. അപ്പോൾ ഉള്ളിലെ ആ ഒരു എന്താ മറക്കുടയ്ക്കുള്ളിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അന്തർജനം വിതിൻ ദി ഹോം, വാട്ട് വേർ ദി ഹാർഡ്ഷിപ്പ് ദാറ്റ് ദേ സഫേർഡ് എന്നുള്ളത് തുറന്നു കാണിക്കുന്ന ഒരു മെമ്മോർ കൂടെയാണ് ഇതെന്ന് രാധിക പറയും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി ടെക്സ്റ്റ്, as I said, Andarjanam, it actually means people who are destined to live inside. Okay, and one more thing, there is a special introduction by J. Devika. She is a historian, a social critic, a famous historian and critic. So she has given an introduction titled The Namboodiris of Kerala. See, she actually tries to locate the Malala Brahmin community, the traditional domestic space which we call Illam. And she says there was always a sort of hierarchy within this Illam, life as an Andarjanam, what it meant, and about the rituals of institutions of Sambandham. Then about the matrilineal, matrilineal caste, that is a Nair group, temple caste, എങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ രീതികൾ. ആൻഡ് ഷീ അൾട്ടിമേറ്റ്ലി സ്പീക്സ് അബൌട്ട് ദി യോഗക്ഷേമ സഭ, അല്ലെ, നമ്പൂതിരിമാർക്ക് വേണ്ടി അവർ എന്താ രൂപം കൊണ്ട യോഗക്ഷേമ സഭയുടെ ഒരു എന്താ ബർത്ത് എവല്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതും, ദ റോൾ ഓഫ് ലളിതാംബിക അന്തർജനം, VT ഭട്ടതിരിപ്പാട്, ഹൗ ഡിഡ് ദേ റിഫോം ദി നമ്പൂതിരി കമ്മ്യൂണിറ്റി ആസ് സച്ച്, അതെല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു വെരി ഗുഡ് ഇൻട്രൊഡക്ഷൻ ഇസ് ദർ. സോ പേജ് നമ്പർ chapter 1, page number 4, we have Devaki Nilayangode introducing herself. I am a 75-year-old Andarjanam from the Nilayangode Illam. My name is Devaki. I was born in 1928 in Pagaravur Mana at Mookuttala in Malappuram district to Pagaravur Krishnan Somayaji Pada and Parvati Andarjanam. Achan was 68 when I was born. I was his 12th child. During Amma's next confinement, Achan passed away at the age of 70. See, she says, ഇതിൽ നിന്ന് വളരെ എന്താ നോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. But she introduces us to the beliefs, practices, rituals and the ways of Namboodiri community. 75 വയസ്സുള്ള ഒരു അന്തർജനാണ് ഞാൻ. And her illam is actually Pagaravur. പക്ഷേ once married, she is known by her husband's illam. അതാണ് നിലയങ്കോട്. കല്യാണം കഴിഞ്ഞ് കയറി ചെന്ന ഇല്ലമാണ് നിലയങ്കോട്. Actually, she is from Pagaravur Mana. And she speaks of her father as Krishnan Somayajippad. നിങ്ങൾ സോമയാഗം എന്ന് കേട്ടിട്ടുണ്ടാവും. സോമയാഗം ഇസ് എ വെരി ഇൻറ്റൻസ് റിച്വലിസ്റ്റിക് യാഗം. അത് കഴിഞ്ഞാൽ മഴ പെയ്യുന്നൊക്കെയാണ് വിശ്വാസം. സോമയാഗം 12 വർഷം കൂടുമ്പോഴേ ഒരു സ്ഥലത്ത് നടത്തും. അമ്പലമെങ്കിൽ അമ്പലം, അല്ലെങ്കിൽ യാഗശാലയെങ്കിൽ അങ്ങനെ. അവിടെ ഇത്ര വർഷം കൂടുമ്പോഴേ നടത്തൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, ഈ സോമയാഗത്തിൽ നിന്ന് എടുക്കുന്ന ആ ഒരു അഗ്നി, കത്തിച്ച് കിട്ടുന്ന ആ ഒരു ദീപം ഒരിക്കലും
കെടാതെ സൂക്ഷിക്കണം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സോ ഹി ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് കീപ്പിംഗ് ദി ലാംപ് അലൈവ് till his death. അത് കഴിഞ്ഞാൽ അടുത്ത തലമുറയും അത് തിരികെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. സോമയാഗം നടത്തിയവരെയാണ് സോമയാജിപ്പാട് എന്ന് പറയും. Her father is one, സോമയാജിപ്പാട്, and Achan was 68 when I was born. So his 12th child. അത് കഴിഞ്ഞ് during Amma's next confinement, she gave birth to another child after Devaki Nilayangode, and Achan passed away at the age of 70. മനസ്സിലായി, ഒരു 2 വയസ്സ് പോലും ഇവർക്ക് ഉണ്ടായിരുന്നില്ല അച്ഛൻ മരിക്കുമ്പോൾ. ബൈ ദാറ്റ് ടൈം അമ്മ ഹാഡ് ഗിവൺ ബർത്ത് ടു അനദർ ചൈൽഡ്. ദിസ് വാസ് ദി കസ്റ്റം ദെയർ അല്ലേ. മക്കള് 12, 13, 15 പേരൊക്കെ കോമൺ ആണ്. ആൻഡ് then she says, at a time when girls were barely educated, Amma could read the Puranas. The ability to read the Ramayana was itself a major accomplishment. അവിടെ പഠിപ്പിക്കുക എന്നുള്ളത് ആൺകുട്ടികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പെൺകുട്ടികളെ ആകെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റേഴ്സോ പുരാണങ്ങളോ വായിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞു. പിന്നെ അവർക്ക് പഠനമെന്നോ എഴുത്തോ വായനയോ ഒന്നും പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള അവകാശമില്ല. And there were young Namboodiri students who stayed at the illam. പിന്നെ വളരെ റിച്ച് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഇല്ലത്താണ് ദേവകി ദി ഓഥർ ലിവ്ഡ്. അപ്പം അവിടെ നാടകശാലയുണ്ട്, സ്റ്റേജ് പെർഫോമൻസസ്. ഇപ്പോൾ കൂത്തോ കഥകളിയോ കാര്യങ്ങളോ ഒക്കെ നടത്താനുള്ള, സ്റ്റേജ് പെർഫോമൻസ് നടത്താനുള്ള നാടകശാലയുണ്ട്. ദർ ഇസ് ഊട്ടുപുര, ബിഗ് കിച്ചൺ. അത് ഗസ്റ്റുകാർ വരുമ്പോഴോ പുറത്തുനിന്ന് ഈ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വരുന്ന അന്തർജനങ്ങൾക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഫുഡ് കൊടുക്കുക, അന്നദാനം പോലെ. ആര് വന്നാലും അവിടെ ഭക്ഷണം ഉണ്ടാവും. ദർ ഇസ് സെപ്പറേറ്റ് ഊട്ടുപുര, ബിഗ് കിച്ചൺ. ദെൻ പോർട്ടിക്കോസ് ഫോർ നമ്പൂതിരീസ്. എന്ന് മുറുക്കി തുപ്പുക എന്ന് പറയുന്നത് അവരുടെ ഒരു ശീലമാണ്. അപ്പോൾ in order to chew betel leaves, there were portico separate for Namboodiris, then separate portico for Pattayapura, where granary ആണ് അല്ലെ, നെല്ലും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ചിരുന്ന പത്തായപ്പുര. ആൻഡ് ഇന്നത്തെ പോലെ മില്യനെയർ ആണോ അല്ലെങ്കിൽ ലക്ഷപ്രഭു ആണോ എന്നൊന്നും അല്ല അന്ന് നോക്കുന്നത്. അന്ന് പത്തായപ്പുര നിറഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ളതാണ്. സോ ദ പത്തായപ്പുര ഡിറ്റർമൈൻ ദ റിച്ച്നെസ് ഓഫ് എനി ഇല്ലം. അപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നതും അന്തർജനങ്ങളെ അല്ലെങ്കിൽ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴും പത്തായപ്പുരയുടെ അവസ്ഥ എന്താന്ന് നോക്കിയിട്ടാണ്. ഇന്നും അന്നം നിന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു കൺസേൺ. Then food, coffee, everything was in plenty. And Devaki Nilayangode, she speaks of her own father Achan, who was a very great scholar in Sanskrit, and who he was obliged to marry a third time. That is Devaki Nilayangode's mother. He was obliged to marry because both wives died. First one died because of a disease. Second one had a baby, and the baby also died during the first delivery. Angane he was obliged to take forward the generation further. He was forced to marry a third time. So that is her family. Then we get to know the different hierarchical positions within the illam. There were estate managers, store managers, servants, and also a group called monkey scarers. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഊട്ടുപുരയുടെ ചുറ്റും ഒരുപാട് കുരങ്ങുകൾ വന്ന് ഭക്ഷണം തട്ടിപ്പറിക്കുകയും പിള്ളേരെ പേടിപ്പിക്കലും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഓടിക്കാനായിട്ട് ഒരു പോസ്റ്റും ഉണ്ടായിരുന്നു, മങ്കി സ്കെയറേഴ്സ് അല്ലെ, അവരെ ഓടിച്ചു വായിക്കാൻ. ദെൻ അന്തർജനം ഓൺ ദ വേ ടു ആൻഡ് ഫ്രോ ദ ടെമ്പിൾ. ഈ അന്തർജനങ്ങൾക്ക് ആകെ ഒരു മൂവ്മെന്റ് അനുവദിച്ചിരുന്നത് അമ്പലത്തിൽ പോകാനാണ്. അപ്പോൾ അത് ചിലപ്പോൾ ദൂരമുള്ള അമ്പലം അടുത്തുള്ളതൊക്കെ. അപ്പോൾ പോയി വരുന്നതിനിടയിൽ ഭക്ഷണവും ബാക്കി വിശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ they were actually provided shelter, food, etc. at Devaki's illam. Then there was a chaperone. Chaperone എന്ന് പറഞ്ഞാൽ ഒരു അനുയായി എന്നുള്ള അർത്ഥമാണ്. ഓൾവേസ് ഷൗട്ടിങ് ടു അലേർട്ട് ദ പാസേഴ്സ് ബൈ ഓഫ് ലോവർ കാസ്റ്റ്. നിങ്ങളെ മൂവീസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. ഉയർന്ന ജാതിക്കാര് പോകുമ്പോൾ അവരെ അനുഗമിച്ച് എപ്പോഴും ഷാപ്രോൺസ് ഉണ്ട്, അനുയായികളുണ്ട്. അവരിങ്ങനെ ഏ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് താളം പോലെ ഒരു ഇത് പറഞ്ഞുകൊണ്ടാ പോവാ. കാരണം ബാക്കിയുള്ളവരെ അലേർട്ട് ചെയ്യാണ്, വരുന്നുണ്ട്, വഴി മാറിക്കോളൂ എന്നുള്ളത്. കാരണം അവര് ഇത്ര അടി ദൂരെ നിൽക്കാൻ പാടുള്ളൂ, ഇത്ര അടിക്കുള്ളിൽ നിന്നാൽ തന്നെ പൊല്യൂട്ടഡ് ആയി എന്നാണ് അർത്ഥം. അതിന് പിന്നെ മുങ്ങിക്കുളിയും കാര്യങ്ങളും ഒക്കെയാണ് പ്രതിവിധി. ഇഫ് വൺ അപ്പിയേഴ്സ് ടു ബി പൊല്യൂട്ടഡ് ബൈ ദി proximity of a low caste person. So ഇങ്ങനെയൊക്കെയുള്ള കുറെ ദുരാചാരങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്.
Then the situation changed after Achan died. So വളരെ luxurious ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ദേവകി നിലയങ്കോട് ആദ്യം പറയുന്നത്. And she says how those situations changed after her father's death. Those who treated her with respect till then began to slight her. She's speaking about her mother. She was a much respected lady, but after her father's death, she wasn't cared for. A widow with her eldest son aged only 15 and 6 younger children to take care of, she was helpless and insecure, but she displayed extraordinary willpower and held herself together. Then boys were considered family assets and their wants were taken care of by the household. കുട്ടികൾ ആൺകുട്ടികൾ പറയുന്നത് പിന്നെയും എന്തെങ്കിലുമൊക്കെ നടത്തി കൊടുക്കുമായിരുന്നു, കാരണം അവരാണ് ഒരു കുടുംബത്തിന്റെ സ്വത്ത്, അല്ലെങ്കിൽ അവരുടെ എല്ലാം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ അവർക്കുണ്ടായിരുന്നു. Amma was worried about us, her girls. She did not have the money to satisfy even our slightest demands. കുഞ്ഞിലെ തൊട്ടേ പെൺകുട്ടിയായി പോയി എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യത്തിൽ പോലും അവരെ വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. And this is a very pathetic event that she speaks of. Devaki's younger sister was taken ill. Medicines didn't improve her condition. And Amma asked her eldest son to inform the men of the family, but her request for medical assistance wasn't taken heed of. അവർ ചിരിച്ചു തള്ളുക ചെയ്യുന്നത്, മനസ്സിലായോ? പണ്ടത്തെ കാലത്ത് ഒന്നാമത് ഹോസ്പിറ്റലോ ഡോക്ടറോ എന്നുള്ളതൊന്നും അത്ര ഇന്നത്തെ പോലെയൊന്നും അല്ല. ഇന്നൊരു ഡോക്ടറിനെയൊക്കെ കാണാന്ന് പറഞ്ഞാൽ അത്ര റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. And when her younger sister was taken ill, no one was there in the family to take her to the doctor or to bring a doctor to her. Then finally ഈ കുഞ്ഞിന് അസുഖം മൂർച്ഛിച്ച് ഇനി രക്ഷയില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അമ്മ ഉറങ്ങിക്കിടക്കുന്ന ദേവകിയെ വിളിച്ചിട്ട് പറയും, യു ഗോ ആൻഡ് പ്രോസ്ട്രേറ്റ് ബിഫോർ ഹർ, സാഷ്ടാംഗം നമിക്കാൻ പറയും. കാരണം ഉള്ളതിൽ ചെറിയ കുട്ടിയല്ലേ മരിച്ചു പോകുന്നത്. So if she must go, let it be with grace. And later she dies. അമ്മ ഫീൽസ് ഗിൽറ്റി. ഇത് കഴിഞ്ഞ് ദേവികയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പണ്ട് ഒരിക്കലും ഈ അച്ഛനോ അമ്മയോ കുട്ടികളോട് യാതൊരു രീതിയിലുള്ള അഫെക്ഷനും ഡിസ്പ്ലേ ചെയ്യാറില്ല. ഇന്നത്തെ പോലെ ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ ഒന്നും അന്നില്ല. അച്ഛൻ മിക്കവാറും ഫാദേഴ്സ് കുട്ടികളെ കാണുന്നത് തന്നെ വളരെ ചുരുക്കമാണ്, കണ്ടാൽ തന്നെ സംസാരിക്കുന്നത് ചുരുക്കമാണ്. ആകെ പിന്നെ ഉണ്ടാവുക അമ്മമാരായിട്ടാണ്. പക്ഷെ ഈവൻ ദെൻ ദേ നെവർ ഷോഡ് എനി സോർട്ട് ഓഫ് അഫെക്ഷൻ. So Devaki remembers this very distinctively because she feels that her amma would have felt guilty for having neglected her child. ഞാൻ പറഞ്ഞു 2 വയസ്സുള്ളപ്പോൾ ദേവകിക്ക് 2 വയസ്സുള്ളപ്പോൾ അമ്മ അടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ അച്ഛന് വയ്യാതായതുകൊണ്ട് ഈ കുഞ്ഞിനെ കെയർ ടേക്കേഴ്സിന്റെ കൊടുത്ത് അച്ഛനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അമ്മ പോവാണ്. So she was even denied breast milk so that she could look after her husband. ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് അമ്മയ്ക്കുണ്ട്. അതിനുശേഷം കുറച്ചും കൂടെ ദേവകിയോട് സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അന്നത്തെ കാലത്ത് രോഗങ്ങൾ പല രീതിയിലുള്ളതാണ്. ടൈഫോയിഡ്, സ്മോൾ പോക്സ്, ഇതൊക്കെ വന്നാൽ there was no cure. Death was certain. So she says, she remembers an instance where 2 sons died within hours at a neighboring illam. അപ്പോൾ സ്വന്തം കുഞ്ഞ് മരിച്ചതിന് ശേഷമാണിത്. സോ അമ്മ ട്രൈ ടു സപ്പോർട്ട് ദം. കുറേ അധികം ദൂരം നടന്നു വേണമായിരുന്നു അവിടെ പോവാൻ, പക്ഷെ എത്രയോ ദിവസം എന്നും പോകുമായിരുന്നു എന്ന് ഇവർ ഓർക്കുന്നു. ആൻഡ് അനദർ തിങ് ഇസ് ഡോക്ടേഴ്സ് വെർ എക്സ്പെക്റ്റഡ് ടു ലുക്ക് ആഫ്റ്റർ ദർ എയിലിംഗ് മദേഴ്സ്. അമ്മമാർക്ക് വയ്യാതായ, കല്യാണം കഴിഞ്ഞ് വേറെ കുടുംബത്താണെങ്കിലും ദേ വർ എക്സ്പെക്റ്റഡ് ടു ലുക്ക് ആഫ്റ്റർ ദർ ഓൺ മദർ. ജീവിക്കുന്നത് താമസിക്കുന്നത് സ്വന്തം ആൺമക്കളുടെ കൂടെ ആണെങ്കിൽ പോലും അവരുടെ ഡ്യൂട്ടി അല്ല, പെൺമക്കൾ തന്നെ വന്ന് നോക്കണം എന്നുള്ളതായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അമ്മയ്ക്ക് വയ്യ എന്നുള്ളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു മേൽമുണ്ട് എടുത്ത് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. They weren't allowed to take, they didn't have, they weren't allowed to take any other positions. മുണ്ടും എടുത്തങ്ങ് അമ്മാത്തേക്ക് വരിക എന്നുള്ളതാണ്. So her own mother, she remembers how there were 3 daughters. So 3 of them, they took turns to look after her. Then another contradictory situation was that milk was in plenty there. അല്ലെ, ഒരുപാട് ആ ഭാഗത്തുണ്ടാവുന്ന എല്ലാ ഗോക്കളുടെയും പശുക്കളുടെയും മിൽക്ക് ഇവർക്ക് ഇല്ലത്ത് സുലഭമായി കിട്ടും. പക്ഷെ ഇറ്റ് വാസ് നെവർ എവർ ഗിവൺ ഫോർ ചിൽഡ്രൻ. പിന്നെന്തിനാ യൂസ് ചെയ്യുന്നത്? ഫോർ കോഫി. ഈ ഗസ്റ്റ് വരുമ്പോഴും നമ്പൂതിരിമാർക്കും അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവർക്കൊക്കെ കോഫിക്ക് കൊടുക്കാൻ, പിന്നെ അമ്പലത്തിലെ വിളക്കിന് നെയ്യ് ഉരുക്കാൻ, ഇതിനൊക്കെയാണ് ഈ മിൽക്ക് യൂസ് ചെയ്തിരുന്നത്. There is an instance where she says,
ഈ കോഫി പൗഡറിന്റെ the strong aroma of coffee was so overpowering that once we secretly wanted to drink it so much, we entered the kitchen, stole some coffee, some milk, some sugar, and we managed to hide somewhere and prepare this. ആ സമയത്താണ് they heard a knock. So they could know it was വലിയേട്ടൻ, our elder brother. അപ്പം കണ്ടു കഴിഞ്ഞാൽ തീർന്നു. We fled to the side of the urinal, taking the coffee vessels and all, and they had to wait until he walked away. But by that time, the coffee had gone cold. അങ്ങനെ ഒരു കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും പാലും കൊടുത്തിരുന്നില്ല, ഒന്നും കൊടുത്തിരുന്നില്ല. And the children always look pale and consumptive, like TB consumption ഉള്ള പോലെയാണ്, അത്രയും മെലിഞ്ഞുണങ്ങി അവസ്ഥയിലാണ് കുട്ടികൾ. But there was enough milk for buttermilk to make kala and sambaram, all those things. And another thing that Devaki remembers is there were always 100 rituals and a dozen baths. എന്ത് പറഞ്ഞാലും കുളിച്ച് ശുദ്ധിയാവുക എന്നുള്ളതാണ്. So the morning ritual was they had to take bath, morning temple visit, then prepare offerings for the deity. Evening also they had a temple visit. And girls were served lunch only after Namboodiris. Children, young mothers, and menstruating women were given their meals in a order. And for the Andajanam, they had their first meal during noon. ഉച്ചയൂണാണ് അവരുടെ ആദ്യത്തെ ഭക്ഷണം. രാവിലെ ഒന്നുമില്ല, കാരണം രാവിലെ അമ്പലം എന്താ ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യം തയ്യാറാക്കുക, ഇതൊക്കെയാണ്. Then about clothing, plantain വാഴയിലയാണ് കുട്ടികൾക്ക് എന്താ തുണിയായിട്ട് ഉടുപ്പിച്ചിരുന്നത് അല്ലെ, അരയ്ക്ക് നാണം മറയ്ക്കാൻ ഉള്ള രീതിയിൽ. They just used plantain leaves. Sorry. Then there was a tender film of Aracanut spathe. Aracanut എന്താ, അടയ്ക്ക മരത്തിന്റെ സ്പാത്തെ എന്ന് പറയുന്നത് പാളയില്ലേ, പാള, അത് വച്ചിട്ട് ആണ് ബാക്കിയുള്ളവര് അരയ്ക്ക് കീഴ്പോട്ടേ അവരെന്തേലും ഉടുത്തിരുന്നുള്ളൂ, മുകളിലോട്ടൊന്നുമില്ല. അത് ഉടുത്തിരുന്നത് it was after attaining puberty, and up to the age of 8 girls wore leaf loin cloth. ജസ്റ്റ് നാണം മറയ്ക്കാൻ എന്താ ഒരു ഇല കൊണ്ട്, ഇതിപ്പോ പല ടൈപ്പ് ആവും, മഴയിൽ ഇതൊക്കെ കൊണ്ടുള്ള ലോയിൻ ക്ലോത്ത് മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. only after the age of 8 they were given cloth as such, that is തുണി എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തു. Then speaking about ritual bath, a widow. See, next she goes on and on about the pathetic life of a widow. One shouldn't change her bed clothes after her ritual bath. Husband മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് ആ നനവോട് വന്നിരിക്കണം, തോർത്താൻ പാടില്ല. ആ ഒരു നോർമൽ ആയിട്ട് it should dry on its own. And also she has to take bath 3 times a day till the pula നമ്മൾ പുല ഒരു സമയം പറയല്ലോ 16 വരെ, പുല കഴിയുന്നവരെ 3 തവണ കുളിക്കണം. And then she has to take Diksha for 1 year. ഒരു വർഷം വീടിനകത്ത് തന്നെ അമ്പല ദർശനമോ വേറെ ഒരു രീതിയിലുള്ള എന്താ ഇതിലും പങ്കെടുക്കാനോ ഒന്നും പാടില്ല. ആഫ്റ്റർ ദാറ്റ് ഇതിൽ പറയുന്നത് ഫോർ എവറി ഡിഫൈൽമെന്റ്, പൊല്യൂഷൻ ആയാലും മരണമായാലും ജനനമായാലും ബാത്ത് വാസ് ദി കറക്റ്റീവ് അല്ലെ, കുളിച്ച് ശുദ്ധിയാവുക എന്നുള്ളതാണ്. ഇപ്പൊ പുലകുളി അല്ലെങ്കിൽ എന്താ എല്ലാം കുളിച്ച് ശുദ്ധിയാവുക. ഇപ്പം വിസിറ്റ് ടു ദ ഹൗസ് ഓഫ് ഡെത്ത്, മരിച്ചു, ഒരു മരിച്ച വീട്ടില് പോയി വന്നു, അപ്പോഴും കുളി. ഇനി ഡെലിവറി കഴിഞ്ഞാലും അതിൽ ഏറ്റവും ക്രൂവലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പ്രസവം എടുക്കുന്ന സ്ത്രീ, മിഡ് വൈഫ് ആവാം, വയറ്റാട്ടി ആവാം, ദേ ആർ ഓഫ് ലോ കാസ്റ്റ്. സൂൺ ആഫ്റ്റർ ഡെലിവറി വൺ ഹാസ് ടു ഗോ ആൻഡ് ടേക്ക് ബാത്ത്. എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല. ഓക്കെ, സൂൺ ആഫ്റ്റർ ഡെലിവറി ഒരു പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് 100,000 ഉള്ളപ്പോൾ one was supposed to take bath. Then ritual baths after death പറയുന്നുണ്ട്. Usually a person who has died is referred to as prayedam, and the body has to be purified before cremation. എല്ലായിടത്തും ഈ ritual bath was very important. അതുപോലെ birth of a male was always celebrated, and the birth of a girl child was never appreciated. So there were evidences in each and every aspect of one's daily life that women were neglected. And regarding caste, see, it was difficult to distinguish between a cherumi, a person of a low caste, a crow and a buffalo. ഇത് പറയുന്നത് ഉമ്മറത്തിരുന്ന് ഏതോ ഒരു റിലേറ്റീവ്. And Devaki Nilayangode, she vividly remembers how her other relatives supported this.
ഓക്കെ, എല്ലാവരും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ആ ഒരു ഹൈ കാസ്റ്റ് ലോ കാസ്റ്റ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇസ് വെരി മച്ച് ദർ. ദെൻ ഷീ സ്പീക്സ് ഓഫ് വെളുത്തേടത്തുള്ളവൾ. വെളുത്തേടത്ത് എന്ന് പറഞ്ഞാൽ ഈ തുണി കഴുകി കൊടുക്കുന്ന വാഷവുമണാണ്. ഓക്കെ, സോ എവറി week these women, they came with a clean clothes. And they brought pudava, paumunda, everything has been starched white clothes. And Devaki remembers how her father always wore this starched white clothes. So these clothes were kept ready at a window. കുളി കഴിഞ്ഞ് ആ ഒരു കുളമാണല്ലോ, അതിൻ്റെ ആ സൈഡിലൊരു വിൻഡോയിൽ എപ്പോഴും ഈ ക്ലീൻ ക്ലോത്ത്സ് റെഡിയാക്കി വെക്കും കുളി കഴിയുമ്പോഴേക്കും. അതാരും കാണില്ല. ദർ ഇസ് എ വിൻഡോ ദാറ്റ് ക്യാൻ ബി ഓപ്പൺ ഫ്രം ഇൻസൈഡ്. അപ്പം ആഫ്റ്റർ ഹിസ് ബാത്ത്, അച്ഛൻ വുഡ് ഗോ അപ്പ് ടു ദ സ്റ്റെപ്സ് വെയറിംഗ് വെറ്റ് ക്ലോത്ത്സ് ആൻഡ് വുഡ് ടേക്ക് അപ്പ് ദി ന്യൂ സെറ്റ് വൺസ് ആൻഡ് വോർ ആൻഡ് ഹി വിൽ വെയർ ദിസ് ആൻഡ് ഗോ. അങ്ങനെയായിരുന്നു. ദെൻ ഉടുത്തു തുടങ്ങൽ, she says, is the first step towards womanhood. ഒരു 7-8 വയസ്സ് വരെ കളിച്ച് എല്ലായിടവും നടക്കാനുള്ള ഫ്രീഡം പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ദെൻ ദർ ഇസ് ദിസ് ഒരു ചടങ്ങായിട്ടാണ് നമ്മൾ പാളത്താർ എന്ന് പറയും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയുമെന്ന് അറിയില്ല. നമ്മുടെ വാജ്പേയി ഒക്കെ ഉടുക്കുന്ന ഒരു ഡ്രസ് ഉണ്ടല്ലോ, മനസ്സിലായോ? മുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉടുക്കുമല്ലോ, ഇങ്ങനെ മടക്കി കെട്ടി മുണ്ട് തന്നെ നടുക്കുന്ന പുറകോട്ട് കുത്തി വയ്ക്കുന്ന പോലെ. ഇനി പാളത്താർ എന്നാ പറയാം. അതേപോലെ അടിയിൽ ഉടുക്കുന്ന മുണ്ട് ഈ പെൺകുട്ടികളെ ഉടുപ്പിക്കും. ഇറ്റ് ഈസ് ആക്ച്വലി സിംബോളിക് ഓഫ് ദ ഫാക്ട് ദാറ്റ് യു ഹാവ് അറ്റൈൻഡ് പ്യൂബർട്ടി, സൂൺ യു വിൽ ബി എ വുമൺ. സോ ലീഫ് മെയ്ഡ് ലോയിൻ ക്ലോത്ത് വെ ഡിസ്കാർഡഡ്. ഇത് ഉടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടി ആയി എന്നുള്ളതാണ്. കോട്ടൺ അണ്ട ഗാർമെന്റ് കൊടുക്കും. ആൻഡ് ദ ലൈഫ് ചേഞ്ചസ് ഫോർ എവർ, നോ മോർ പ്ലേ. എല്ലാ അർത്ഥത്തിലും അന്തർജനം തന്നെയാകും. ആൻഡ് വൺ മോർ തിങ് ഇസ്, this girl would be given a huge box made of jackwood. നമ്മൾ പ്ലാവിന്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തടി പെട്ടി കൊടുക്കും. This is the only possession an andarjanam can claim as her own. അതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ, there is a measure of pepper, ഒരു പിടി കുരുമുളക്, 2 രൂപ ചില്ലറയായിട്ട്. 2 രൂപ എന്ന് പറയുമ്പോൾ അന്ന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. 20 മുണ്ട്, 4 തോർത്ത്. ഇത് ഇത്രയാണ് ഒരു അന്തർജനത്തിന്റെ സോൾ പൊസിഷൻ. Okay, ini then she speaks of her initiation into learning. രാമായണം വായിക്കാനൊക്കെ പഠിച്ചു തുടങ്ങി. പക്ഷെ കളിയുടെ ബഹളത്തിനിടയ്ക്ക് she says she started forgetting letters. അക്ഷരങ്ങൾ മറന്നു തുടങ്ങി. But she remembers how her sisters used to read widely. Sisters, they used to read very much, and they got books from their brothers. They would take books from the library and would hide it under the ആവണി പലക. നമ്മൾ ഇരിക്കില്ലേ, സ്റ്റൂൾ പോലെ ചെറിയ പലകയുടെ താഴെ ഒളിപ്പിച്ചു വെക്കും. ആൻഡ് ഫ്രം വടക്കേയറ they used to get it along during their bath time ഒക്കെ. ഓരോ ഭാഗം മുണ്ടിന്റെ മടക്കിൽ കൊണ്ടുവരും, ആവണിപ്പലകയുടെ ഇടയെ വെക്കും. അത് എങ്ങനെയെങ്കിലും ഒക്കെ സിസ്റ്റേഴ്സിന്റെ അടുത്ത് എത്തിക്കും. And girls were not permitted to read, and if the hidden books were discovered, punishment was certain. And she remembers how her sisters used to read behind closed doors. ഇനി during the menstruation time, there was this monthly rest. അപ്പം ആ സമയത്ത് ആരും ആ റൂമിലേക്ക് കയറില്ല, അല്ലെങ്കിൽ ഇവരെ ആരും തൊടുവോ കാണാനോ ഒന്നും ചെല്ലില്ല. So this was the only time that they were happy that they could read without interruption. ആരും വന്ന് തടസ്സപ്പെടില്ല. ബുക്ക് വായിക്കുന്ന ആരെങ്കിലും കാണുമോ എന്നുള്ള പേടി വേണ്ടല്ലോ. But another trouble was that touching books was a taboo. തൊടാൻ പാടില്ല ബുക്ക്, ഇങ്ങനെ ഇരിക്കും menstruation ടൈമിൽ. So they found another idea. Servants' daughters were made to sit before them, who would turn the pages. അവർ പേജ് മറിച്ചു കൊടുക്കും, ഇവര് കുത്തിയിരുന്ന് വായിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലെ വായന. ഓക്കെ, ആൻഡ് ഐ ടോൾഡ് യു, ദേവകി നിലയങ്കോട് she just had a formal education. ആകെ സ്ക്രിപ്ചേഴ്സ് വായിക്കാൻ മാത്രമാണ് കിട്ടിയിരുന്നത്. ബട്ട് she actually wanted to learn. അതിന് വഴക്ക് പിടിച്ച അവസാനം കുറച്ചൊക്കെ ഒരു ചേഞ്ച് വരും എന്നുള്ളൊരു സമയത്തേക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് നിർബന്ധം പിടിച്ച് തങ്കം എന്ന് പറഞ്ഞൊരു ടീച്ചർ 6 മാസം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നുണ്ട്. And she speaks how she loved reading the translation പാവങ്ങൾ, then also how she read Good Earth, Tagore stories, Pride and Prejudice. ഇതെല്ലാം വായിച്ചതിന്റെ കാര്യമാണ്. Even in this
memoir, she relates, she speaks up about many other works. നല്ല റീഡിംഗ് ഉള്ള ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അങ്ങോട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അക്ബർ മഷീയുടെ ഒക്കെ കാര്യം, ശരൺകുമാർ ലിംബാലെ, അതുപോലെയുള്ള പല ദളിത് റൈറ്റേഴ്സിന്റെ ഒക്കെ വർക്ക്സ് പറഞ്ഞവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ another important is she says there is a chapter titled I Know Lucy. അതിൽ പറയുന്നത് സാറാ ജോസഫിന്റെ നോവലിലെ കഥാപാത്രമാണ്, മാറ്റാത്തി എന്ന നോവലിലെ കഥാപാത്രമാണ്. ആൻഡ് ഷീ വാസ് an orphan. Okay, she was discarded by her mother and father, and she actually wanted someone to care as her, to show affection to. അങ്ങനെയൊന്നും ആരും ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് മാറ്റാത്തയെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് I know Lucy, I know many such Lucys. They have known the yearning, their desires and fears at close quarters. They lived unwanted in the inner quarters of illums, in their kitchens, as one of the many wives of their husbands. ഒരു 100,000 കാര്യങ്ങൾ കാണുകയല്ലേ. പലരും കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഹസ്ബൻഡ് മരിക്കുന്നു. And lifelong they have to live in that new house where their husband is no more. വേറെ കല്യാണമോ കാര്യങ്ങളൊന്നുമില്ല, വിഡോ ആയി അവിടെ വന്നു കയറി. വേറൊരു ഇൻസ്റ്റൻസ് പറയുന്നുണ്ട്, there was a girl who was engaged to a Namboodiri. കല്യാണം നടക്കുന്നതിന് മുന്നേ തന്നെ അതോ പിറ്റേ ദിവസം തന്നെ അയാൾ മരിക്കുകയാണ്. she hasn't even seen him, പക്ഷേ she was to live her rest of her life as a widow in that illam. അപ്പോൾ അതാ പറയുന്നത്, sometimes the husbands did not even touch them. Sometimes their identities were circumscribed by the tali chain. They had nothing of their own. So their lives as a total zero. വെറുതെ ജീവിച്ച് മരിക്കുന്ന അല്ലെ. The girl may be forced to go to her husband's house. Even if the man was disfigured, deceased or old, no one cared. So she says, I know many such Lucys. ഇതുപോലെ abandoned സ്റ്റേറ്റിൽ എന്താ ഓരോരോ ലൈഫ് ബേർഡൻ ആയിട്ട് തലേ വന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പിന്നെ അന്നത്തെ കാലത്ത് ദ മെയിൻ ട്രാവലിംഗ് വാസ് വാക്കിംഗ്. ഓക്കെ, അവർക്ക് ആകെ ഉണ്ടായിരുന്നത് once or twice in 1 year they could go to their അമ്മാത്ത്, അമ്മ വീട്ടിൽ പോകാൻ പറ്റും. പിന്നെ their annual trip to ഗുരുവായൂർ. ഇത് മാത്രമാണ് അവരുടെ ആകെയുള്ള യാത്ര. ഓക്കെ, ആൻഡ് she says ഈ ഒരു ട്രാവലിനുള്ള 5 രൂപ they had to earn. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എന്താ അരി അളന്നു കൊടുക്കണം. അപ്പോൾ a person who is in charge of the kitchen provisions would measure out daily എത്ര അരി വേണം. അപ്പം daily requirements of എന്താ rice would be given to the cook, അല്ലെങ്കിൽ ഷെഫ്സിനെ എടുത്ത് കൊടുക്കും. So while measuring out rice, Amma would take a small quantity and hide it. Okay, എന്നിട്ട് കുറച്ച് എമൗണ്ട് ആവുമ്പോൾ she would give it to the maid servant to sell it outside. അങ്ങനെ കിട്ടുന്ന രൂപ കളക്ട് ചെയ്ത് വെച്ച് when it reaches 5 rupees, she will be ready to go to her home. Okay, and you know, കഡ്ജൻ umbrella, മറക്കുട എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കയ്യിൽ. So she says how her trips were. കുറേ ദൂരം നടക്കും രാവിലെ. ഇവരൊന്നും കഴിക്കില്ല, പക്ഷെ മക്കൾക്ക് കൊടുത്ത് അവര് കുറേ അങ്ങ് നടന്ന് പിന്നെ ഗുരുവായൂർ പട്ടാമ്പി റോഡ് ആവുമ്പോൾ ബസ്സിലാണെങ്കിൽ ഈ കൊട വെച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇരിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ. സോ ദി ബസ് കണ്ടക്ടർ വുഡ് ടേക്ക് അപ്പ് ദി അംബ്രല്ല while after Amma gets into the bus, he would give it alongside. എന്ന് വെച്ചാൽ ഈ കൊടയുടെ ഔട്ടർ അല്ലെങ്കിൽ ആ ഓപ്പൺ ആയിട്ടിരിക്കും. ഇത് മടക്കാൻ പറ്റുന്ന കുടയല്ലല്ലോ, ഓലക്കുടയല്ലേ, അത് പുറത്തേക്ക് നിൽക്കും, വടി അകത്തുനിന്ന് പിടിക്കുന്ന രീതി. ഇറങ്ങാൻ നേരെ ഇതേപോലെ തന്നെ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താ പുറമേന്ന് ഇത് പിടിച്ചിട്ട് ഇരിക്കണം. ഈ കൊട ഉന്തി ബസ്സിന് പുറമേ ഇങ്ങനെ കാണുന്ന രീതിയിലിരിക്കും. ഓക്കെ, ആൻഡ് she also speaks about the annual trip to Guruvayur and how all the journeys stop with puberty. വലിയ കുട്ടിയായി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇത് ഒരു യാത്രകളും ഇല്ല. And she also speaks about the കൈകൊട്ടിക്കളി. ഓണം ടൈമിൽ there was a കുഞ്ഞിക്കുട്ടി അമ്മ who used to instruct them. അപ്പോൾ അവരെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്.
a person of 55 years, but she was very fair-skinned, very beautiful, and she used to dress up well, and she was the one who used to teach them Kaigotikali. Then another one is a story of Sheelavadi. See, how to be a very good homemaker. Namboodiri woman, typical Namboodiri woman, how should one be? എന്നുള്ളതിൻ്റെയൊക്കെ ഇൻഗ്രെയിൻ ചെയ്ത് കൊടുക്കുന്ന കഥകളിൽ ഒന്നാണ് Sheelavadi എന്നുള്ള കഥ. Okay, and she says Sheelavadi is born into a wealthy family, but was forced to marry an ascetic, Ugratabas. He was a leper, Kushtarogiyan. So she lived in a forest and devoted her time to nursing her husband. Even though she did everything, nursed him, cleansed him, fed him, he had only criticism to offer. And Sheelavadi ate only her husband's leftovers. And on one occasion, she says, she found her leper husband's severed finger. ഒരു വിരല് മുറിഞ്ഞത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. Even then, she showed no disgust, moved it aside and ate the rest of the food. And one day, Ugratabas ordered her to take him to a prostitute. So that was the first time she dared to offer him any advice, but Ugratabas didn't listen to her. On the way, she happened to step on the foot of another ascetic, and he curses her, saying she would be a widow by the next day sunrise. So Sheelavadi, she was upset. She put her husband down, and she actually did a meditation, thinking, or maybe wishing that the sun didn't rise the next day. അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേ സൂര്യൻ ഉദിച്ചില്ല എന്നാ പറയുന്നത്. See, that is how dedicated, എന്താ പറയുക, പതിവ്രത എന്ന് പറയില്ലേ, how dedicated and how chaste she was to her husband. So this is the story of Sheelavadi. So people, I mean the children, they got to know this Sheelavadi story through poetry. It was a popular song during those times. And then she speaks of the flood that happened in 1942. 99 വെള്ളപ്പൊക്കം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് പക്ഷേ it happened 99 മലയാള മാസമാണ്. So that floods were in 1923-24 ഇതിൻ്റെയൊക്കെ റെഫറൻസ് MTയുടെ കഥകളിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. So there was one such flood during 1942. നിർത്താതെ മഴ പെയ്യുന്നതും അന്നത്തെ വീടിന് 4 കെട്ടാണല്ലോ, മഴ കാരണം എല്ലാവരും ഒരു അടച്ച് അകത്തിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. Then how boats were tied together, timber was laid on top for the missionary. ഇനി കുറെ പേര് ഒഴിഞ്ഞ മരങ്ങളൊക്കെ വിറ്റ് ധനാഢ്യരാകുന്നതൊക്കെ പറയുന്നുണ്ട്. Then there is one another, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സോമയാഗത്തിന് ഉള്ള യാഗാഗ്നി കെടാതെ സൂക്ഷിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഈ ഫ്ലഡില് ഒരു കുടുംബം വളരെ പരിശ്രമിക്കും യാഗാഗ്നി കെടാതെ നോക്കാൻ. അവസാനം എല്ലാവരും ഒലിച്ചു പോകും, യാഗാഗ്നിയും പോയി, വീടും പോയി, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുന്നു. Then she speaks of the കർക്കിടകം routine. കർക്കിടകം ആയിക്കഴിഞ്ഞാൽ അല്ലെ മഴക്കാലം, അവിടെ എല്ലാ പദവികളും കുറച്ച് വേറെ, relating to health, relating to food, everything is different. So she says they had to bath with turmeric and castor powder, ദശപുഷ്പം ചൂടണം, that is eat 10 leaves, wear 10 leaves. ഇല കറികൾ കഴിക്കണം, അതുപോലെ 10 ദശപുഷ്പം എന്ന് പറയുന്ന 10 ഇലകള് തലയിൽ ചൂടണം. 10 ഇല എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. Then henna is to be applied to hands and feet. അത് ആക്ച്വലി മൈലാഞ്ചി ഇടുന്നത് ഈ ഒരു നനവ് സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനാന്ന് പറയുന്നു. Then കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങാണ്. So new clothes were given to girls, only to girls above 9 years. പുടവയും മുണ്ടുമൊക്കെ ആ ഒരു വർഷത്തിൽ ഒരിക്കലാണ് പുതിയ ഡ്രസ്സ് കിട്ടുക. അതും കളറൊന്നുമില്ല, വെളുത്ത മുണ്ട്, വെളുത്ത തോർത്ത്. Then she speaks of toxicology. അന്ന് പാമ്പ് വിഷം ഇറക്കുക എന്ന് പറയുന്നത് ഒരു
എന്താ പറയുക ട്രീറ്റ്മെന്റ് രീതി ഉണ്ടായിരുന്നു, ടോക്സിക്കോളജി, ഹൗ snake poison was removed, and she speaks of many cases of treatment. അതിൽ എന്താ ഒരു റിലേറ്റീവ് എത്ര നിപുണനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ എന്താ പാമ്പ് കടിയേറ്റ കുറച്ചു പേരെ ചികിത്സിച്ച് ഭേദമാക്കുന്ന കഥകളും, ഈ തലയിൽ ധാര വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും, അത് കടി കണ്ടിട്ട് എന്ത് ടൈപ്പ് ആണ് കടിച്ചത്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഒരു എന്താ ഇത് വെച്ചിട്ടാ പറയുന്നത് എന്ത് പാമ്പായിരിക്കും കടിച്ചതെന്നൊക്കെ ഓരോ ലക്ഷണം കണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് സം ഇൻസ്റ്റൻസസ് വേർ ദേ വേർ ഏബിൾ ടു save the victims, and some instances where they couldn't do anything. അങ്ങനെയാണെങ്കിൽ അവരോട് പറയും എടുത്തുകൊണ്ട് പൊക്കോ, ഇവിടെ കിടത്തരുത്, കാരണം അവിടെ വെച്ച് മരണം നടക്കാൻ സമ്മതിക്കില്ല. And she also refers to how some Andarjanams used to come as refugees. ആ ഒരു സമയത്ത് കോർട്ട് ഓർഡർ വെച്ച് illam was attached. അപ്പോൾ they were asked to go away from their own illams. So Andarjanams, they left their girl children behind to work for them. ഒരു കുറച്ച് ദിവസമൊക്കെ അവരും കൂടെ നിൽക്കും, ഭക്ഷണവും താമസവും ഒക്കെ അവിടെ തന്നെ. എന്നിട്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ അവിടത്തേക്ക് പണിക്കായിട്ട് കൊടുത്തിട്ട് അവർ അടുത്ത സ്ഥലത്തേക്ക് പോകാറുണ്ട്. So think of the situation of those women. They are mothers too, leaving behind their girl children. Then the most important part is where she speaks about widow remarriage. See, widow remarriage, there is an entire chapter where she speaks how pitiful the life of widows were. They are often considered as bad omen. Then widowhood brought about changes in everything. In dress, they couldn't appear for any ceremonies, any auspicious ceremonies. They couldn't wear chandanam or sandalwood paste. അവർക്ക് ഭസ്മം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. Then only piece of jewelry that they could wear was a ring worn at the time of their husband's funeral rite. നമ്മൾ പവിത്ര മോതിരം എന്ന് പറയുന്ന അത് മാത്രമേ വരാവുള്ളൂ. And for their clothes only white. Okay. Then widows were denied any other jewelry. പിന്നെ they couldn't go for any auspicious ceremony. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പറഞ്ഞു വിടുന്ന ഒരുപാട് ഇൻസ്റ്റൻസ് പറയാറുണ്ട്. Okay. And she says a revolutionary thing that happened was M.R. Bhattadiripad married Uma Andarjanam. Married Uma Andarjanam എന്ന് പറയുന്നത് V.T. ഭട്ടതിരിപ്പാടിന്റെ ഭാര്യയുടെ എന്താ വിധവയായ സിസ്റ്ററാണ്. സോ MRB ഡിസൈഡഡ് ടു മാരി ഉമ. ഇത് വളരെ റെവല്യൂഷണറി ആക്ട് ആണ്. നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും എന്താ റെവല്യൂഷണറി ആക്ട് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് വിഡോ റീമാരേജ് ഇൻ നമ്പൂതിരി കമ്മ്യൂണിറ്റി. So this happened in 13th September 1934. And Devaki says, I was just 6 or 7 years at that time. And soon after, MRB's brother, Premji, he's also a writer, he married Arya Andarjanam. Arya Andarjanam, a young widow. So, two widow remarriages ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ഈ പ്രേംജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹി ഈസ് എ പോയറ്റ്, ആൻ ആക്ടർ. ഓക്കെ, ബാക്കി എല്ലാവരും ഒരു സോഷ്യൽ ആക്ടിവിസം ആ ഒരു ഫീൽഡിൽ പേര് കേട്ട ആൾക്കാരാണ്, VTയും MRB ഒക്കെ. സോ ദേവകി നിലയങ്കോട് പറയുന്നത് ഇത് രണ്ടും വളരെ റെവല്യൂഷൻ ആയിട്ട് നടന്നു. ബട്ട് ഷി കുഡന്റ് തിങ്ക് ഓഫ് എനി അതർ കേസസ് ദാറ്റ് ഓഫ് വിഡോ റീമാരേജ് ദെൻ. കാരണം ബൈ ദാറ്റ് ടൈം യങ്ങർ സൺസ് ഓഫ് നമ്പൂതിരി, അന്ന് എങ്ങനെയാന്ന് വെച്ചാൽ നമ്പൂതിരി കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾക്ക് മാത്രമേ നമ്പൂതിരി കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ. ബാക്കി താഴേക്കിടയിലുള്ളവരെല്ലാം നായന്മാരെയോ, ഇതാണ് സംബന്ധം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ബൈ ദാറ്റ് ടൈം യങ്ങർ സൺസ് ടു സ്റ്റാർട്ടഡ് മാരിങ് ഫ്രം ദി സെയിം കമ്മ്യൂണിറ്റി. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് പിന്നെ പറഞ്ഞ് കേട്ടില്ല എന്ന് പറയും. സോ ഇനി ഈ ഒരു വിഡോ റീമാരേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഞാൻ പറഞ്ഞു ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ റിഫോർമേഷൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ നമ്പൂതിരി കമ്മ്യൂണിറ്റി, ഇതിനെക്കുറിച്ചുള്ള ഒരു ഗ്ലിംസസ്, ഹൗ ഡിഡ് ദ സൊസൈറ്റി വ്യൂ ദം. സ്ത്രീകൾക്കൊക്കെ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള കുറേ റെസ്പോൺസസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ദിസ് ഈവൻറ്റ് വി കുഡ് know from the work. Then culture specific ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പണ്ട്
നമ്മുടെ മുറുക്കാൻ പെട്ടി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ വരുമ്പോൾ ചായ കൊടുക്കുന്നതിന് തുല്യമാണ്. സോ കാർഡിനൽ റിക്വിസിറ്റ് ഓഫ് ഹോസ്പിറ്റാലിറ്റി അല്ലെ, ഓഫറിംഗ് ഓഫ് ബീറ്റൽ ബോക്സ് വേർ ദേ ഹാഡ് ബീറ്റൽ ലീവ്സ്, അരക്കനട്ട്, ലൈം, എന്താ വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്. ഓക്കെ, ആൻഡ് ഈവൻ വിമൻ അത് 3 തവണ മുറുക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അവര് പക്ഷെ യൂസ് ചെയ്യുന്നത് കളിയടക്കയാണ്. കളിയടക്ക ഈസ് എ സ്റ്റേറ്റസ് സിംബൽ ഫോർ വിമൻ. അവരുടെ പെട്ടിയിൽ എപ്പോഴും കളിയടക്കാണ്. അത് ഉണ്ടാക്കാണ്, കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ട്. അതൊക്കെ ഇതിൽ ഡിഫൈൻ ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. മെൻ അത് കളിയടക്കാന്ന് ഉദ്ദേശിക്കുന്നത് കളിയാക്കി പറയുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. കാരണം കാര്യപ്പെട്ടതൊന്നുമല്ല, എന്താ ലൈറ്റ് എന്നുള്ള രീതിയിലാണ് കളിയടക്കാന്ന് പറയുന്നത്. ദേ യൂസ് ടുബാക്കോ. ഓക്കെ, പിന്നെ എന്താ കോർട്ട്യാർഡ് വാസ് സ്മിയർഡ് ആൻഡ് ക്ലീൻഡ് വിത്ത് കൗഡം, ചാണകം മെഴുകുക എന്ന് പറയില്ലേ വൃത്തിയാക്കാൻ. പിന്നെ ടെമ്പിൾ ഫെസ്റ്റിവൽസിൽ റൈസ് ഗ്രൂവൽസ് വർ സെർവ്ഡ് ഇൻ അരക്കനട്ട്സ് പാത്തേ. നമ്മൾ പാളയിൽ ഇന്ന് ആ പാള വെച്ച് തന്നെ മറ്റേ റീയൂസബിൾ ഓർഗാനിക് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് തന്നെ അന്ന് ഏത് അമ്പലത്തിൽ ഉത്സവമായാലും കഞ്ഞിയോ അന്നദാനോ ഒക്കെ ഇതിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. So Arakanat, and she also speaks how Arakanat was very important to Kerala economy. അടയ്ക്ക വിറ്റ് കിട്ടുന്ന കാശ്, അടയ്ക്കയുടെ എല്ലാ ഓരോരോ കാര്യങ്ങളും, ഇപ്പം പാളയാണെങ്കിൽ അങ്ങനെ, അടയ്ക്കാണെങ്കിൽ അങ്ങനെ ഓരോന്നും യൂസ് ചെയ്യാറുണ്ട്. എത്രമാത്രം എക്കോണമിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയും. Then she speaks about feast, അല്ലെ പല തരത്ത് അമ്പലത്തിൽ ഉത്സവമാണെങ്കിൽ ടെമ്പിൾ ഫീസ്റ്റ്, പിന്നെ ചിലരെടുത്ത് ഇപ്പം എന്താ ചോറൂണ്, പേരിടല്, അല്ലെങ്കിൽ ആൺകുട്ടി ജനിച്ചാൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ഇതിനൊക്കെ ഓല മേഞ്ഞ നമ്മുടെ ഇന്നത്തെ പോലെ പന്തലല്ല, താച്ച് സ്ട്രക്ചേഴ്സ് വെർ മെയ്ഡ് ടു പ്രൊവൈഡ് ഫീസ്റ്റ്. ഇനി ഇവർക്ക് സദ്യ വിളമ്പാനുള്ള ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ചിൽഡ്രൻ, ദെൻ നമ്പൂതിരീസ്, ദെൻ വിമൻ, അത് കഴിഞ്ഞിട്ട് നായർ വിമൻ. ആദ്യത്തെ 2 തവണ മാത്രമേ ഇല മാറ്റൂ. പിന്നെ ആ കഴിച്ച ഇലയെ തന്നെ വേണം അടുത്ത ടീംസ് കഴിക്കാൻ. ഓക്കെ, സോ നായർ വുമൻ they were usually helpers to Andajanams. So Devaki says this, there was no shortage of banana leaves. വാഴത്തോപ്പും ഇഷ്ടംപോലെ വാഴയില, പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു, നമുക്ക് അറക്കില്ലേ അല്ലെ അതേ കഴിക്കാൻ, ബട്ട് they had to. ഇനി there is an entire chapter devoted to smallpox. She refers to 2 deaths of her close ones. സ്മോൾ പോക്സ് കാരണം മരണപ്പെട്ടത്. അന്ന് സമയത്ത് ചികിത്സയില്ല. സ്മോൾ പോക്സ് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് അഫക്ട് ചെയ്ത ആളെ വേറൊരു ആരും പാർക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി കെയർ ഗീവേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു വിക്ടിമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക ചെയ്യാം. മിക്കവാറും മരിച്ചു പോകും. അത് കഴിഞ്ഞാൽ അറിയില്ല എവിടെയാ റിച്വൽസ് നടത്തുന്നത്, എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല ഇവർ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കേസ് വരുന്നുണ്ട്. ദെൻ കംസ് ദ ചേഞ്ച്, the reformation. അതിൽ ഈ ഒരു സമയം മുമ്പ് ഈ ഒരു യോഗക്ഷേമ സഭ, നമ്പൂതിരിമാരുടെ ഒരു സംഘടന തുടങ്ങിയ സമയമാണ്. ആ സമയം VT ഭട്ടതിരിപ്പാട്, he was a very influential person. ലേഡി VT എന്ന് ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ മരിച്ചപ്പോഴൊക്കെ എന്താ വനിതാ VT ഭട്ടതിരിപ്പാട് വിടവാങ്ങി എന്നുള്ള രീതിയിലായിരുന്നു പല എന്താ കമന്റുകളും വന്നത്. സോ ഈ ഒരു സമയത്ത് നടന്ന ചെയ്തതെന്ന് പറഞ്ഞാൽ സ്ത്രീകള് they began to wear blouses, and പണ്ട് ഈ എന്താ കാത് തൂങ്ങിക്കിടക്കുന്നതായിരുന്നു ഒരു എന്താ സ്റ്റൈൽ എന്നല്ല പറയാ, അതായിരുന്നു ആ ഒരു രീതി. ഓക്കെ, അത് മാറ്റി ഷോർട്ടൻഡ് ഇയർ ലോബ്സ് ആയപ്പോൾ പലരും തുന്നി ചേർത്തു. ആ കടുക്കനും ബാക്കി കാര്യങ്ങളും എന്താ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കമ്മലിടുന്നതൊക്കെ മാറ്റി വിമൻ they began to cut short, സ്റ്റിച്ച് ചെയ്ത് എന്താ ചെവി തൂങ്ങിക്കിടന്നത് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ആൻഡ് മെൻ they began to cut off കുടുമാസ്, ട്രഡീഷണൽ ടഫ്റ്റ് കുടുമ വെട്ടി മുണ്ടും ഷർട്ടും ഒക്കെ ധരിക്കാൻ തുടങ്ങി. ആൻഡ് there is a very important instance where they get a secret handout by VT. അതെന്താന്ന് അറിയുന്ന ഒരു ലെറ്റർ ഒരു ലേഡി കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. ഏടത്തെയും ഫ്രണ്ട്സും അമ്പലത്തിൽ പോയി വരുന്ന വഴി there was a lady and she handed over this slip. അത് വളരെ പേടിച്ചാണ് അവർ വീട്ടിൽ വന്ന് പടിക്കുളക്കടവിന്റെ അവിടെ നിന്നൊക്കെയാണ് വായിക്കുന്നത്. കാരണം വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തലവെട്ടുന്ന രീതിയാണ്. So it says, dear sister, what a state you are in today. How many of you know that there is a world beyond the temple pond of your Ammata, your mother's ancestral home? Do you have the freedom even to untie your hair knot?
or part and comb your hair that stings like decaying weeds from the pond? What about your education? I could argue that you would not even have tasted literacy if your father had not written the 51 letters of the alphabet on your tongue with his ring, the Pavitra Modram, amidst the din of all those rituals in your childhood. Dear sister, think deeply and change yourself according to the times. Allow the rays of light to penetrate. Won't it be a great achievement if you manage to loosen at least one brick of that formidable fortress of orthodoxy? We will stand by you in all your difficulties. If we eat anything, you will get a share of it. Or shall we say, we will eat only after serving you? If we laugh, you will too. Rather, we will laugh only if you do. Humbly yours, V.T. Pattathiripad. മനസ്സിലായോ? അമ്പലക്കുളത്തിനപ്പുറം അല്ലെങ്കിൽ അമ്മാത്തെ വീടിനപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് തലയിലെ മുടി കെട്ടിയിരിക്കുന്ന കെട്ടഴിക്കാൻ പോലും ഫ്രീഡം ഉണ്ടോ? നിങ്ങളുടെ എഡ്യൂക്കേഷനും 51 അക്ഷരം അച്ഛൻ നാവിൽ കുറിച്ച് തന്നതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? സോ യു തിങ്ക് ഡീപ്ലി ആൻഡ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടൈംസ്. ഇതായിരുന്നു V.T. ഭട്ടതിരിപ്പാടിന്റെ ആ ഒരു ലെറ്റർ. അപ്പൊ ഇത് തന്നിട്ടുണ്ടാവുക ഇവർക്ക് കൊടുത്തത് ആര്യ പള്ളം ആവാം എന്ന് പറയുന്നു. ഷി വാസ് എ വെരി ബോൾഡ് ലേഡി who was in the forefront of social reformers. ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ ഒരു മീറ്റിംഗ് കൂടി അവര് they decided to have a communal lunch, അല്ലെ? ജാതി മതമൊന്നും നോക്കാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കമ്മ്യൂണൽ ലഞ്ച് പ്ലാൻ ചെയ്യുന്നു. ആൻഡ് all the 3 brothers of Devaki Nilayangode, they take part in the lunch and they are excommunicated. ഭ്രഷ്ട് കൽപ്പിക്കുന്നുണ്ട്. The brothers are named Neelakandan, Chitran, Vasudevan, and soon after they അവര് ഓടിപ്പോയി എന്നാണ് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നത്. ബട്ട് ദേ ഹാഡ് നോട്ട് റൺ അവേ. ഓൾ ഓഫ് ദം ഹാവ് റൺ അവേ എന്ന് ആരൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷേ ദേ ഹാഡ് നോട്ട് റൺ അവേ. ഇൻസ്റ്റെഡ് ദേ ജോയിൻ സ്കൂൾ, ഫോർമൽ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുക ചെയ്യുന്ന പല സ്ഥലത്ത്. ഓക്കെ, ദെൻ ഷീ സ്പീക്സ് ഓഫ് ഡോക്ടർ കൃഷ്ണ അയ്യർ. അന്നത്തെ സമയത്ത്, അന്നത്തെ കാലത്ത് ഡോക്ടറെ കാണാന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് എത്രയെങ്കിലും ഇതുണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിച്ചു വരുത്തി കാണിക്കും. അത് മാത്രമല്ല, സ്ത്രീകൾ ദേ നെവർ ഹാഡ് എ ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ. അവരൊരു റൂമിലിരിക്കും, അപ്പുറത്ത് ആരെങ്കിലും കൂടെ ഉണ്ടാവും. ഡോക്ടർ ഫേസ് ചെയ്യാതെ ഇപ്പുറത്തെ മുറിയിൽ ഇരുന്നിട്ടാണ് ചോദിക്കുക എന്താ പ്രശ്നം, എന്തൊക്കെയാ ബുദ്ധിമുട്ട് തോന്നുന്നേ. അത് ഇവരോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്യുക. അല്ല ഡോക്ടർ നേരിട്ട് വിമൻ പേഷ്യൻസിനെ കാണുന്ന പോലും ഇല്ല. ഓക്കെ, ഈ ഡോക്ടർ കൃഷ്ണ അയ്യർ പിന്നെ ഫേമസ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഐ ടോൾഡ് യു ദിസ് ഇലോങ്ങേറ്റഡ് ഇയർ ലോബ്സ് വെർ നോ മോർ ഇൻ ഫാഷൻ ആൻഡ് വിമൻ ദേ ഡിസൈഡഡ് to shorten their earlobes. Normal size earlobes ആവുന്നതാണ് നല്ലത് എന്ന് women they proclaimed, അല്ലേ? Dressed in sari, dressed in blouse, they began wearing blouse. And also this surgery, most of the Namboodiri women they began to do this surgery to the earlobe to shorten the elongated ones. അത് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ അയ്യർ. And she also did the same. Okay, Devaki Nilayangode, she says, I was married in 1943 and I had long earlobes at the time, though for some reason they did not grow to the usual length and touch my shoulders. They were longer than needed for earrings. So my husband Ravi Namboodiri believed that the earlobe should not be elongated. So 2 months after our wedding, I went to Krishna Ayyar's hospital in Thrissur. There were 3 couples waiting and our turn came after theirs. He examined the earlobes and the holes were filled. We returned to Nilayangode very happy. And she says how her wedding happened when she was 15 years. It was her English teacher Tangam who informs her, ingine parayana kuttikave, it is your manerichil tomorrow. Mana vittu pova, leaving the mana erichil, shifting from one's house. എന്താ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നിന്റെ കല്യാണം ആണെന്ന് ഈ ട്യൂഷൻ എടുക്കുന്ന ടീച്ചറാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഷീ സേസ് സീ she doesn't even know who she is going to marry. Okay, അതായിരുന്നു അവസ്ഥ. അപ്പോൾ അനന്തർജനം വേറൊരു ട്രാജഡി ഒരു കേസ് ഇവര് പറയുന്നത്, it hurts us very much. There was an അനന്തർജനം who cooked at our illam. She had 2 daughters. അപ്പോൾ അത്രയും ദാരിദ്ര്യമാണ്. അപ്പോൾ one day ഇവർക്കൊരു ലെറ്റർ കിട്ടാണ്, your daughter's wedding has been fixed, come home immediately. അവിടെ ചെല്ലുമ്പോൾ എന്താ, ഏതോ ഒരാള് വന്നിട്ട് എന്താ വേറെന്തോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പറയുന്ന പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ ഗ്രൂമിന്റെ വീട്ടില്, വരന്റെ വീട്ടില് കല്യാണം നടത്താനെന്ന് പറഞ്ഞ് എന്താ ഉറപ്പിക്കുക. ആൻഡ് that Brahmin gives him some money and father lets him take away his daughter. പക്ഷെ അങ്ങനെ ഒരു കല്യാണം തന്നെ നടന്നു എന്നറിയില്ല. കാരണം
he sees a girl off at the station. Think of the mother. She must have wept bitterly because she realized there was no wedding, no dowry to give. And father, actually, it was like selling the daughter to someone, and the man was from Mangalapur. So no one heard of her. And after that, ever after that, she never saw her daughter again. So this was the situation of marriages happening at those times. But Devaki Nilayangode says, I was a bit lucky. I believe my marriage was a blessing because I learned about my husband and his illam only after post-marriage ritual of Kudi Veppa. They were very liberal in their views. And she says they, after their wedding, they got into the bus to reach the Taravada. And at the entrance, they were welcomed with red garlands and with the people assembling shouting Inkulab Sindabad. So many of them couldn't understand. Means long live revolution. So theirs was a communist family. പലരും യോഗക്ഷേമ സഭയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവകി നിലയങ്കോട് ഷി വാസ് ഏബിൾ ടു വർക്ക് ഫോർ ദി പീപ്പിൾ. അവിടെ നിന്നാണ് ആക്ച്വലി എന്താ ഷീ കുഡ് ഡു സംതിങ് ഫോർ ദി സൊസൈറ്റി. ഈ ഒരു രീതിയിൽ അവരെ പാകപ്പെടുത്തി എടുത്തത് ഇറ്റ് വാസ് ഹർ ലൈഫ് ആഫ്റ്റർ ഹർ മാരേജ്. Then comes the most important episode of കുറിയെടുത്ത് താത്രി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ലളിതാംബികാന്തർജനം ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്, പ്രതികാര ദേവത, ഗോഡസ് ഓഫ് റിവെഞ്ച്. കുറിയെടുത്ത് താത്രി. She was a very normal Namboodiri woman, very beautiful, very talented. She was forced to marry. She was married off to a Namboodiri and who ill-treated her in all the bad ways. അപ്പോൾ ഓരോ പ്രാവശ്യവും എന്താ he used to go to a prostitute, many prostitutes. It seems one night this Namboodiri asked Tatri to be like a prostitute. So this hurts her so much and she leaves the illam and becomes a prostitute. But what happens is she starts sleeping with prominent Vedic teachers, famous artists, many powerful men, Kathakali artists, അങ്ങനെ പലരുടെയും കൂടെ ഇവര് കിടക്കുകയും, and she keeps a record of the date, zodiac sign, day, of each and every person she has a relation with. She jots down everything, documents every details, their birthmarks. And what happens is during the trial, അങ്ങനെയാണ് സ്മാർത്ത വിചാരം, ആ ഒരു സമയം ഓരോരുത്തരെ വീതം ഇവര് പേര് വിളിച്ച് പറഞ്ഞ് അവരെയൊക്കെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. So this is the story of കുറിയെടുത്ത് താത്രി. So she says this name was always told in low tone. അല്ലെ, എല്ലാവരും ഒരു fallen woman എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. But she says, when I look back, didn't these Andarjanams derive a mysterious sense of joy, satisfaction and energy in repeating Tatri's story? Because this was the sole person who questioned patriarchy. അല്ലെങ്കിൽ ഒരു unconscious appreciation of Tatri was there in each and every Andarjanams speech or conversation ആണ് ദേവകി പറയുന്നത്. This happened 23 years before her birth. But even then, ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു മേ ബി ദ ഷോക്ക് ഓർ മേ ബി the revolutionary act that she did was kept on being told by each and every generation. And she says there was a list of 65 people who were excommunicated, long list. Adila, finally she didn't stop. She said, my aunt എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ aunt would name the rest എന്ന് പറഞ്ഞിട്ടാണ് അവര് ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നത്. Okay, then Devaki Nilayangode speaks of a fever, and everyone thought she would die. Adupole, she was in a semi-conscious state. Nobody thought she would escape, but somehow she escaped, and it was like her second birth. Then there are detailed descriptions during the harvest season. വിളവെടുപ്പ് കൊയ്ത്ത് സമയം എങ്ങനെയാണ്, ഗ്രീനറി, പത്തായപ്പുര എങ്ങനെ നിറയ്ക്കുന്നത്, പത്തായം, നിലവറ. And she speaks of a നീലി, വളരെ എന്താ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നീലിയെ കുറിച്ച്. എല്ലാവരും എന്താ പിടിവലിയാണ്, നീലി ഉണ്ടെങ്കിൽ വേഗം കൊയ്ത്തും കാര്യങ്ങളൊക്കെ നടക്കും.
at those times children they used to skip school to help. എന്താ കാര്യം എന്ന് വെച്ചാൽ കൊയ്ത്തായതുകൊണ്ട് വന്നില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ ഒരു ദിവസം AEO വരെയാണ് സ്കൂളിൽ. അപ്പൊ ആ സമയം അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ വരുമ്പോൾ കുട്ടികൾ വേണ്ടേ സ്കൂളിൽ, അപ്പൊ ആ രീതി കൊയ്ത്ത് നിർത്തി വെച്ചു, കാരണം സ്കൂളിൽ പിള്ളേർ പോകാൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കഞ്ഞി കൊയ്ത്ത്, ഉണ്ട കൊയ്ത്ത്, അതിനെക്കുറിച്ചെല്ലാം. അതുപോലെ പിക്കിൾ പ്രിസർവേഷൻ അല്ലെ, അച്ചാറ് അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ അത് വീഴുന്ന സമയം എത്രയും ആരെ കൊണ്ടും തൊടിയിക്കില്ല, അല്ലെങ്കിൽ അമ്മൂമ്മ മാത്രമാണ് അതിനുള്ളിലിടുക. അത്രയും നീറ്റായിട്ട് അതൊക്കെ കെട്ടി വെച്ചാലാണ് പിന്നെ എത്രയോ നാൾക്ക് ശേഷം ഉപ്പിലിട്ടത് എടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. Then she says how her story of transformation was from the girl of 15 after marriage reaching the Nilayangode illam. She became part of the social activist because of the liberal views of the illam, and how she worked with the Andarjana Samajam, which was an organization formed under Yogakshema Sabha till 1948. And the first event that she took part was ഒരു ഇല്ലത്ത് ഒരു അച്ഛൻ 70 വയസ്സുണ്ട്, മോനും അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, മോൻ കെട്ടിക്കൊണ്ടുവന്ന 14 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. ഈ മോൻ പെട്ടെന്ന് മരിച്ചു പോവാണ്. കുടുംബം അന്യം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും കല്യാണം കഴിക്കാം. So this 14-year-old widow is there, അല്ലെ, മരുമകൾ എന്ന് പറയുന്നവരുണ്ട്. So the first event that Devaki Nilayangode took part along with Arya Pallam and all other revolutionary ladies was this. അതുപോലെ പാർവതി നെന്മിനി മംഗലം അവരും ഉണ്ട്. അവര് പ്രസിഡന്റും ദേവകി നിലയങ്കോട് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ അന്തർജന സമാജത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഇവർ രണ്ടുമാണ്. ഈ ഒരു സമയത്താണ് ഈ ഒരു സിറ്റുവേഷൻ. അവർ ചെന്ന് എന്ത് ചെയ്ത് കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയും. പക്ഷെ ഈ ഒരു ഈവന്റ് നടക്കില്ല, കാരണം ഈ അച്ഛനെ എങ്ങനെയൊക്കെയോ ഇവര് ഈ കല്യാണം നടക്കുന്ന സ്ഥലം വളഞ്ഞു നിൽക്കുക. പക്ഷെ ആരും ഇല്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഈ അച്ഛനെ അപ്പുറത്തേക്ക് ഇവര് ഇറക്കി കൊടുത്ത് ആ കല്യാണം നടക്കുന്നുണ്ട്. സോ ഷീ സേസ് they returned home disappointed. First public function I participated was futile. പിന്നെ 1944 EMS നമ്പൂതിരിപ്പാട് ഓങ്ങല്ലൂർ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ആൻഡ് he announces or declares, let's make the Namboodiri a human being. ഇത് ഭയങ്കര ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള, ഇന്നും ഓഫ് കോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യം നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ. അപ്പോൾ ഈ ഒരു EMS നമ്പൂതിരിപ്പാടിന്റെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഹാഡ് എ വെരി ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ ദി കമ്മ്യൂണിറ്റി. സോ ആര്യ പള്ളം, പാർവതി നെന്മിനി മംഗലം ഇവരെല്ലാം അടുത്തൊരു ജനറേഷനെ സഫർ ചെയ്യരുത്, എല്ലാവരും ക്യാമ്പയിനിങ് പോലെ ഓരോ വീട്ടിലും, അല്ലെങ്കിൽ ദേവകി നിലയങ്കോടും അതെ, ഓരോ ഇല്ലത്തും ചെന്ന് അവിടുത്തെ അന്തർജനങ്ങളോട് സംസാരിച്ച് നമുക്കോ എഡ്യൂക്കേഷൻ കിട്ടിയില്ല, നെക്സ്റ്റ് ജനറേഷൻ ഷുഡിൻ സഫർ, ദേ നീഡ് എഡ്യൂക്കേഷൻ. And they also started speaking about the need for self-employment, the need for steady income for women. ഇതെല്ലാം പറഞ്ഞ് ആ സമയത്താണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറഞ്ഞൊരു പ്ലേ to the workplace ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. It was scripted and staged in 1948. ഇതൊക്കെ ഇവര് ചെയ്ത കാര്യങ്ങളാണ്. And finally she concludes a memoir saying, I have no regrets. കാരണം 65 വർഷത്തെ അവരുടെ ജീവിതം, 15 വയസ്സ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടുള്ള 65 വർഷം, she has seen many things, അല്ലെ, from the old joint family, nuclear families have the shift from old joint family to the nuclear ones, many reforms. And she says this autobiography is the first of its kind and also the last. Karanda, see, this is the first autobiography speaking about the life of a Namboodiri woman. No other autobiography would come later. കാരണം ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം സോൾവ് ആയി, everything for the better. So she says and concludes this. So this is the first full-length account of the life of a Namboodiri woman. As I told, she was from an orthodox affluent Namboodiri family, and she speaks how the routine or the rituals of a Namboodiri woman was. Everything was related to temple, then the food and all other pleasure givings for a Namboodiri man. അതിനു വേണ്ടി മാത്രമുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് Namboodiri women കണ്ടിരുന്നത്. There was no freedom, and this work becomes a personal as well as social document of history, and it helps us in giving a picturesque description of the socio-cultural situations of Kerala. And this is exactly a cultural narrative of a community, of the Namboodiri community, where she is
non-judgmental. She doesn't blame anyone. She is very unapologetic. And Namboodirri women. See, one interesting thing is, though Namboodirri community was a patriarchal, a bit patriarchal, male chauvinist kind of a community,